ഗുഡ് ആഫ്റ്റർനൂൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് കോൺസ്റ്റൻസ് അതുപോലെ ഡാറ്റ ടൈപ്സ് ആൻഡ് വേരിയബിൾസ് ആണ് നോക്കിയത്. നമ്മളിപ്പോൾ ഈ സെക്ഷനിൽ നോക്കാൻ പോകുന്നത് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബ്രാഞ്ചിങ്. ഇത് നിങ്ങൾ പഠിച്ചുള്ള സെക്ഷൻ തന്നെ സിയിലും C++ലും അതുപോലെ പഠിച്ചുള്ള അതേ സെയിം ഇതൊക്കെ തന്നെയാണ് ഇതിലും പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബ്രാഞ്ചിങ്. അതായത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ ഒരു മെത്തേഡ് വർക്ക് ചെയ്യും, ഇല്ലെങ്കിൽ വേറൊരു മെത്തേഡ് വർക്ക് ചെയ്യും. അങ്ങനത്തെ ഇഫ് സ്വിച്ച് അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ നോക്കുന്നത് ബ്രാഞ്ചിങ് എന്താണ്. വാട്ട് ഈസ് ബ്രാഞ്ചിങ്? ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞാൽ വലിയ പ്രോഗ്രാം ബ്രേക്ക് ദ സീക്വൻഷ്യൽ ഫ്ലോ ആൻഡ് ജംപ്സ് ടു അനദർ പാർട്ട് ഓഫ് ദ കോഡ് ഈസ് കോൾഡ് ബ്രാഞ്ചിങ്. അതായത് ഒരു സീക്വൻഷ്യൽ ഫ്ലോനെ ബ്രേക്ക് ചെയ്തിട്ട് അനദർ പാർട്ടിലോട്ട് പോകുന്നതിനാണ് പറഞ്ഞ വരുന്നത് ബ്രാഞ്ചിങ്. അതായത് ഒരു സെക്ഷനിൽ നിന്നും ബ്രേക്ക് ചെയ്തിട്ട് വേറൊരു സെക്ഷനിലോട്ട് പോകുന്നതിനാണ് എന്ത് ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. ദ ബ്രാഞ്ചിങ് ഈസ് ബേസ്ഡ് ഓൺ എ പർട്ടിക്കുലർ കണ്ടീഷൻ ഇറ്റ് ഈസ് നോൺ ആസ് കണ്ടീഷണൽ ബ്രാഞ്ചിങ്. അതായത് ബ്രാഞ്ചിങ് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വെച്ചിട്ടാണ് ബ്രാഞ്ചിങ് ചെയ്യുന്നത്. അതിന് പറഞ്ഞ പേരാണ് എന്ത് കണ്ടീഷണൽ ബ്രാഞ്ചിങ്. ഇഫ് ബ്രാഞ്ചിങ് ടേക്ക് പ്ലേസ് വിത്തൗട്ട് എനി ഡിസിഷൻ ഇറ്റ് ഈസ് നോൺ ആസ് അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ്. അതായത് ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഇല്ലാണ്ട് ബ്രാഞ്ചിങ് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് എന്ത് അൺകണ്ടീഷണൽ branching. Java language possesses with decision-making capabilities and support the following statement known as control of decision-making statement. അതായത് ഒരു ജാവ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് വൺ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ് വൺ കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇത് മൂന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം C++ലൊക്കെ അതേ സെയിം കാര്യം തന്നെ നമ്മൾ ഇതിൽ വീണ്ടും പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് വിത്ത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ മൂന്നെണ്ണമൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തത് സ്വിച്ച്, മൂന്നാമത് കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയും. അപ്പോൾ ഫസ്റ്റത് ദ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എ പവർഫുൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇസ് യൂസ്ഡ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് പവർഫുൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു ഡിസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ഇഫിൻ്റെ കഴിവ്. ഇപ്പോൾ ട്രൂ ആണെങ്കിൽ ഒരു സെക്ഷൻ വർക്ക് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ വേറെ സെക്ഷൻ വർക്ക് ചെയ്യും. ദ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് മേ ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ഡിപ്പെൻഡിങ് ഓൺ ദ കോംപ്ലക്സിറ്റി ഓഫ് കണ്ടീഷൻസ് ടു ബി ടെസ്റ്റഡ്. അതായത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ദ കോംപ്ലക്സിറ്റി കണ്ടീഷൻ, അതായത് ആ കണ്ടീഷൻസിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ഇഫ് ആണെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ 4 ടൈപ്പ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത്. ഫസ്റ്റ് വൺ സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, മൂന്നാമത് നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, നാലാമത് എൽസ് ഇഫ് ലെറ്റർ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് ഓരോന്നും എന്താ നോക്കാം. ഫസ്റ്റ് വണ്ണുള്ള ജാവ സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ജാവ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ടെസ്റ്റ് ദ കണ്ടീഷൻ ടു എക്സിക്യൂട്ട് ദ ഇഫ് ബ്ലോക്ക് ഇഫ് കണ്ടീഷൻ ഇസ് ട്രൂ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ആ ഇഫിൻ്റെ ബ്ലോക്ക് എന്താണ്, ബ്ലോക്ക് എന്താണ്, അത് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ആഫ്റ്റർ ഇഫിൻ്റെ ശേഷമുള്ള എന്താണ് അത് വർക്ക് ചെയ്യും. അതിൻ്റെ സിൻടാക്സ് കൊടുത്തിട്ടുണ്ടെന്നത് ഇഫ് കണ്ടീഷൻ കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് കോഡ് ടു ബി എക്സിക്യൂട്ട്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ, അപ്പോഴത്തെ ഡയഗ്രം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ആ ഇഫിൻ്റെ കോഡ് എന്താണ്, അതായത് നമ്മൾ കമൻ്റായിട്ട് കൊടുത്തിട്ടില്ലേ കോഡ് ടു ബി എക്സിക്യൂട്ടഡ്, അപ്പോൾ കമൻറ്റ് വർക്ക് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇഫിന് ശേഷം ഇതാണ് കോഡ് വരുന്നത്, ആ കോഡ് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഇനി അടുത്തായിട്ട് പറയുന്നൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കി, ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ള പ്രോപ്പറായിട്ടാണ് കേർലി ബ്രേസ് അറേഞ്ച് ചെയ്ത് തന്നത്. ഇതാണ് ഇൻഡൻറ്റേഷൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ റീഡബിലിറ്റി എന്താവും ഈസിയാവും. അപ്പോൾ ഇതാണ് പ്രോപ്പർ ഇൻഡൻറ്റേഷൻ. ഒരു ഗുഡ് പ്രോഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു പ്രോപ്പർ ഇൻഡൻറ്റേഷൻ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നോക്കും, ഫസ്റ്റത്തെ ഒരു കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തു, അതേ സ്പേസിൽ തന്നെയാണ് എന്ത് ആ കേർലി ബ്രേസ് ക്ലോസ് ചെയ്തുള്ളത്. അടുത്ത കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തു, അതേ സ്പേസിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് കണ്ടു തന്നെ മനസ്സിലാവും ഈ ഒരു ബ്ലോക്ക് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിച്ചു. ഇപ്പോൾ ഈ എക്സാമ്പിൾ ഇഫ് നോക്കി, ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 18 കൊടുത്തിട്ടുണ്ടല്ലേ, എന്നിട്ട് ആ കണ്ടീഷൻ ബ്ലോക്ക് എവിടെ തീരുന്നു അത് നമുക്ക് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ് എന്ത് സിമ്പിൾ ഇഫിൻ്റെ. ഇപ്പോൾ ഇവിടെ കണ്ടീഷൻ എന്ത് കൊടുത്തിട്ടുണ്ട്, എന്ത് ഇഫ് ഏജ് ലെസ് ദാൻ 18. ഈ ഏജ് അപ്പോൾ എന്താണ് 20 എന്നാണ് കൊടുത്തുള്ളൂ. അപ്പോൾ എന്താണ് കണ്ടീഷൻ എന്താണ് ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഏജ് ഇസ് ഗ്രേറ്റർ ദാൻ 18 പ്രിൻ്റ് ചെയ്യും. ഇനി ഇപ്പോൾ നമ്മൾ
ഇപ്പോൾ 17 കൊടുത്തെങ്കിൽ എന്ത് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആവും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഇഫ് ബ്ലോക്ക് വർക്ക് ചെയ്യില്ല, നേരെ എന്ത് ചെയ്യും, പുറത്തോട്ട് വരും. ഇതൊക്കെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. കാരണം എല്ലാവരും സിയിലും C++ലും എഫൊക്കെ എന്താ ചെയ്യുന്നത് യൂസ് ചെയ്തുള്ളതാണ്. അടുത്തത് ജാവ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. The Java if else statement also the Java if else statement also tests the condition it executes the if block if condition is true, otherwise else block is executed. അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ഇഫ് ബ്ലോക്ക് വർക്ക് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, എൽസ് പാർട്ട് വർക്ക് ചെയ്യും. അതിൻ്റെ ഒരു ഡയഗ്രം കൊടുക്കുന്നത് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് കോഡ് വർക്ക് ചെയ്യും, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇഫ് കോഡ് വർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് എന്ത് ജാവൻ്റെ ഇഫ് എൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആയിട്ട് പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ നമ്പർ മോഡൽ 2 = 0, നമ്പറൊക്കെ നമ്മൾ കൊടുത്തില്ല, 13 കൊടുത്തിട്ടുള്ളൂ അല്ലേ. ഇതിൻ്റെ നമ്പർ = 13. അപ്പം 13 / 2 = 0 എന്നുള്ള കണ്ടീഷൻ എന്താണ്, ഫോൾസ് ആണ്. നേരെ എന്ത് ചെയ്യും, എൽസ് എന്ത് ചെയ്യും, ഓഡ് നമ്പർ പ്രിൻറ്റ് ചെയ്യും, എൽസ് പാർട്ടിൽ വർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇഫ് ഇതിൻ്റെ നമ്പർ 12 കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്പർ മോഡൽ 2 = 0. അപ്പോൾ അത് കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്ത് വർക്ക് ചെയ്യുക, ഈ ഈവൻ നമ്പർ എന്നുള്ളത് വർക്ക് ചെയ്യും. സോറി പറഞ്ഞില്ലേ, ഇതാണ് എന്ത് എക്സാമ്പിൾ ഇതാണ്. ഇവിടെ ശരിക്കും നോക്കിയാൽ മതി. ഇഫ് നമ്പർ മോഡൽ 2 = എന്താണ് 0 കൊടുത്തുള്ള എന്താണ് ആ കണ്ടീഷൻ എന്താണ്, നമ്പർ 13 കൊടുത്തുകൊണ്ട് കണ്ടീഷൻ എന്താണ്, ഫോൾസ് ആണ്. അപ്പം എന്താ ചെയ്യുക, എൽസ് പാർട്ട് വർക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇഫ് പാർട്ട് വർക്ക് ചെയ്യും. ഇതാണ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ജാവ. അടുത്തത് നമുക്ക് പറയാൻ പോകുന്നത് ജാവ നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ജാവ നെസ്റ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നെസ്റ്റഡ് ഇഫ് റെപ്രസെൻറ്റ് ദ ഇഫ് ബ്ലോക്ക് വിത്ത് അനദർ ഇഫ് ബ്ലോക്ക്. അതായത് ഒരു ഇഫിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫിന് പറയുന്നതിനാണ് എന്ത് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. ദ ഇന്നർ ഇഫ് ബ്ലോക്ക് കണ്ടീഷൻ എക്സിക്യൂട്ട്സ് ഓൺലി വെൻ ഔട്ടർ ഇഫ് കണ്ടീഷൻ ഇസ് ട്രൂ. അതായത് നെസ്റ്റഡ് എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ ഉള്ളിൽ ഒന്ന്, അതാണ് എന്ത് നെസ്റ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിൻ്റെ ഉള്ളിൽ ഒന്ന്, അപ്പോൾ പുറത്തുള്ളതിൻ്റെ കണ്ടീഷൻ ശരിയാണെങ്കിൽ ട്രൂ ആണെങ്കിൽ മാത്രമേ എന്തായാലും ഉള്ളിലോട്ടുള്ള ഇഫിലോട്ട് വരുള്ളൂ. ഫസ്റ്റത്തെ ഇഫ് എന്ത് ചെയ്യണം, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാലും എന്ത് ചെയ്യുള്ളൂ രണ്ടാമത്തെ ഉള്ളിലുള്ള ഇഫിലോട്ട് വരുള്ളൂ. അപ്പോൾ സിൻറ്റാക്സ് കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഇഫ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ് കൊടുത്തിട്ടുണ്ട്, പിന്നെ എൽസിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും, ഉള്ളിലോട്ടുള്ള ഇഫിലോട്ട് വരും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എൽസ് പാർട്ടിൽ വർക്ക് ചെയ്യും. സാധാ സിമ്പിൾ ഇഫ് എൽസ് പോലെ തന്നെ. പക്ഷെ എന്താ, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇഫിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ് പറയാം, അത് എൽസിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ് പറയാം. മനസ്സിലായി? അതാണ് എന്ത് നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താണ്, ഇഫ് ഏജ് > 18 കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഉള്ളിലത്തെ വെയിറ്റ് <50 എന്നുള്ളത് ചെക്ക് ചെയ്യുള്ളൂ. സോറി, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നോക്കിയത് എന്താണ്, ഏജ് = 20, വെയിറ്റ് = 80. അപ്പോൾ നിന്നൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണെന്ത്, ഇഫ് ഏജ് > 18. അപ്പോൾ എന്താ കണ്ടീഷൻ എന്താണ്, ട്രൂ ആണ്. കാരണം എന്താണ്, ഏജാണ് 18നെക്കാട്ടി വലുത്. അപ്പോൾ എന്ത് ചെയ്യും, ഉള്ളിലുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് വെയിറ്റ് > 50 ആണെങ്കിൽ അതും എന്താ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ എന്താണ് പ്രിൻറ്റ് ചെയ്യാനുള്ളത് പ്രിൻറ്റ് ചെയ്യും. ഇനിയിപ്പോൾ ഏജ് ഞാൻ ഇനീഷ്യലൈസ് ചെയ്തത് 15 എന്നായിരിക്കും. അപ്പോൾ ഈ ഇഫ് ഏജ് > 18, അപ്പോൾ എന്താ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഉള്ളിലത്തെ കണ്ടീഷൻ എന്ത് ചെയ്യില്ല, ചെക്ക് ചെയ്യില്ല, നേരെ എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ പുറത്ത് ആഫ്റ്റർ ഇഫ് എന്ത് ചെയ്യുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് എന്ത്, ഈ കോൺസെപ്റ്റാണ് എന്ത് നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു ഇഫിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ്. അപ്പോൾ ഒരു ഇഫിൻ്റെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ഉള്ളിലത്തെ ഇഫിലോട്ട് വരുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് ജാവ ഇഫ് എൽസ് ഇഫ് ലാഡറാണ്. ഇത് കേട്ടിട്ടുണ്ടാവും, അതുപോലെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നതിൻ്റെ കോമൺ ആയിട്ടുള്ള പേര്. അതായത് ഒരു ഇഫും ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സിൻറ്റാക്സ് ഒക്കെ മനസ്സിലാവും. ഇഫ് കണ്ടീഷൻ 1 സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോഡ് വർക്ക് ചെയ്യും, ഇല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കും, അത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോഡ് വർക്ക് ചെയ്യും, ഇല്ലെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ നോക്കും, എന്നിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യും, കോഡ് വർക്ക് ചെയ്യും. ലാസ്റ്റ് പാർട്ടിലേക്ക് എന്ത്, എൽസ്.
ഒറ്റ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, എൽസ് വർക്ക് ചെയ്യും. അതായത് നമുക്ക് എത്ര കണ്ടീഷൻ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ അവിടെ കൊടുത്തിട്ട് 3 കണ്ടീഷനാണ്. അപ്പോൾ ഈ കണ്ടീഷൻ 1 അത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ ബ്ലോക്ക് വർക്ക് ചെയ്യും. ഏത് കണ്ടീഷനാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആ കണ്ടീഷൻ്റെ എന്ത് ചെയ്യും, ബ്ലോക്ക് വർക്ക് ചെയ്യും. ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും, എൽസ് പാർട്ട് വർക്ക് ചെയ്യും. ഇതാണ് എന്ത് എൽസിഫും ലാഡറും. അതിൻ്റെ ഒരു പിക്ചറിൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക. കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ നോക്കും. ട്രൂ ആണ് രണ്ടാമത്തെ കണ്ടീഷൻ, ട്രൂ ആണ് എന്ത് ചെയ്യുക, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത കണ്ടീഷൻ നോക്കും. അതേപോലെ അത് n നമ്പർ ഓഫ് കണ്ടീഷൻസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഒറ്റ കണ്ടീഷൻസും വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, എൽസ് പാർട്ട് വർക്ക് ചെയ്യും. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മാർക്ക് 65 കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ മാർക്ക് ലെസ് ദാൻ 50 ആണെങ്കിൽ എന്താണ്, ഫെയിൽ. എൽസ് നമ്മൾ അടുത്ത കണ്ടീഷൻ കൊടുത്തു, അതിൻ്റെ ഇടയിൽ വേറൊരു കണ്ടീഷൻ കൊടുത്തു. അതിൻ്റെ ഇടയിൽ വേറെ ഫസ്റ്റ് നോക്കും, മാർക്ക് = 65 എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ മാർക്ക് ലെസ് ദാൻ 50 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഫെയിലിന് പ്രിൻ്റ് ചെയ്യും. ഇല്ലെങ്കിൽ അടുത്ത കണ്ടീഷനിലോട്ട് വരും. അത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഡി ഗ്രേഡ് പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അത് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷനിലോട്ട് വരും. അങ്ങനെ ഓരോ കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഏത് കണ്ടീഷനാണോ ട്രൂ ആവുന്നത്, ആ കണ്ടീഷൻ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഒരു കണ്ടീഷൻ ട്രൂ ആയില്ലെങ്കിൽ എന്ത് ചെയ്യും, എൽസ് പാർട്ട് പ്രിൻ്റ് ചെയ്യും. അടുത്തത് ഷോർട്ട് ഹാൻഡ് അല്ലെങ്കിൽ ഇഫ് എൽസ് ടെർണറി ഓപ്പറേറ്റർ. ഷോർട്ട് ഹാൻഡ് ഓർ ഇഫ് എൽസ് ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഫ് എൽസിൻ്റെ ഒരു സിമ്പിൾ ഫോർമാറ്റാണ്. നമ്മളിപ്പോൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പേരാണ്. അത് ഷോർട്ട് ഹാൻഡ് ഇഫ് എൽസ്. അതായത് ഇഫ് എൽസിൻ്റെ ഒരു സിംപ്ലിഫൈ മെത്തേഡാണ് എന്ത്, ഷോർട്ട് ഹാൻഡ് എന്നുള്ളത്. അല്ലെങ്കിൽ ടെർണറി ഓപ്പറേറ്റർ, കണ്ടീഷണൽ ഓപ്പറേറ്റർ, ഈ പേരൊക്കെ പറയും. ഷോർട്ട് ഹാൻഡ് ഇഫ് എൽസ് which is known as ternary operator because it consists of 3 operands. 3 operands വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യൽ. പിന്നെ ഇറ്റ് ക്യാൻ ബി യൂസ് ടു റീപ്ലേസ് മൾട്ടിപ്പിൾ ലൈൻ കോഡ്സ് ഫോർ വിത്ത് സിംഗിൾ ലൈൻ. അതായത് ഒരു ഇഫ് വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് ഇറ്റ് ക്യാൻ ബി യൂസ് ടു റീപ്ലേസ് മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് കോഡ്സ് വിത്ത് സിംഗിൾ ലൈൻ. മൾട്ടിപ്പിൾ ഓഫ് കോഡ്സ് നമുക്ക് സിംഗിൾ ലൈനിലോട്ട് എന്ത് ചെയ്യാം, അത് കൺവേർട്ട് ചെയ്യാം. ഇറ്റ് ഈസ് ഓഫ്റ്റൻ യൂസ്ഡ് ടു റീപ്ലേസ് സിംഗിൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ പറഞ്ഞ ഇഫ് എൽസിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേറ്ററാണ് എന്ത്, ടെർണറി ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഷോർട്ട് ഹാൻഡ് ഇഫ് എൽസ് എന്ന് പറയും. അതിന് സിൻടാക്സ് എന്ന് പറയുന്നത് വേരിയബിൾ കണ്ടീഷൻ, ഫസ്റ്റ് നമ്മൾ കണ്ടീഷൻ കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ആ ക്വസ്റ്റ്യൻ മാർക്ക് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ ട്രൂ പാർട്ട് വർക്ക് ചെയ്യും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, എക്സ്പ്രഷൻ ഫോൾസ് വർക്ക് ചെയ്യും. ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തുള്ള ഇൻറ്റ് ടൈം = 20. ടൈം എന്താണ് 20 എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ട്രിങ് റിസൾട്ടിലോട്ടാണ് എന്ത് ചെയ്യുക, ആ എക്സ്പ്രഷൻ വരിക. അപ്പോൾ സ്ട്രിങ് റിസൾട്ട് ടൈം ലെസ് ദാൻ 80. അപ്പോൾ കണ്ടീഷൻ എന്താണ്, ട്രൂ ആണ്. കാരണം ടൈമിൻ്റെ വാല്യൂ എത്രയാണ്, 20 ആണ്. 20 എന്താണ്, അതിനെക്കാട്ടും ചെറുതാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഗുഡ് ഡേ എന്നുള്ള എന്ത് ചെയ്യും, ഈ സ്ട്രിങ്ങിലോട്ട് സേവ് ആകും. ഇപ്പോൾ ടൈം 15 കൊടുത്തു കഴിഞ്ഞാൽ എന്താ, കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ ടൈം ലെസ് ദാൻ 80 എന്ന് നോക്കുമ്പോൾ 15 എന്താണ്, ലെസ് ദാൻ 80 ഫോൾസ് ആണ്. അപ്പോൾ ഗുഡ് ഈവനിങ് എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. റിസൾട്ടിലൂടെ ഗുഡ് ഈവനിങ് വരും. എന്നിട്ട് എന്ത് ചെയ്യും, ആ റിസൾട്ട് എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഷോർട്ട് ഹാൻഡ് ഇഫ് എൽസ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സിയിൽ പഠിച്ചിട്ടുണ്ട്, C++ പഠിച്ചിട്ടുണ്ടാവും എന്തായിരുന്നു ടെർണറി ഓപ്പറേറ്റർ. അപ്പോൾ റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി. അടുത്തത് ജാവ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയാനുള്ളത് എൽസ് ഇഫ് ലാഡറിൻ്റെ വേറൊരു ഫോർമേഷനാണ് എന്ത്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ജാവ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് വൺ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം മൾട്ടിപ്പിൾ കണ്ടീഷൻസ്. ഇറ്റ് ഈസ് ലൈക്ക് ഇഫ് എൽസ് ഇഫ് ലാഡർ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ പറഞ്ഞത് എൽസ് ഇഫ് ലാഡർ പോലത്തെ പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്ത്, കണ്ടീഷൻ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് വിത്ത് ബൈറ്റ് ഷോർട്ട്. അതായത് സ്വിച്ച് ആദ്യത്തെ കാലത്ത് എന്തേയുള്ളൂ, സ്വിച്ച് സിംഗിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അതായത് ബൈറ്റ് ഷോർട്ട് ഇൻറ്റ് ലോങ് അങ്ങനത്തെ ഒക്കെ എന്തേയുള്ളൂ കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റും. പക്ഷേ ജാവ 7 വരെ. പക്ഷേ അതിന് ശേഷം എന്ത് ചെയ്യുക, ഇപ്പോൾ സ്ട്രിങ് വരെ നമുക്ക് എന്ത് ചെയ്യുക, സ്വിച്ചിൽ കണ്ടീഷനായിട്ട് കൊടുക്കുക. പോയിൻറ്റ്സ് ടു റിമെമ്പർ ദർ ക്യാൻ ബി
വൺ ഓർ എൻ നമ്പർ കേസ് വാല്യൂസ് ഓഫ് സ്വിച്ച് എക്സ്പ്രഷൻ. ഒരു സ്വിച്ചിൽ ഒന്നോ അതല്ലെങ്കിൽ എൻ നമ്പർ ഓഫ് കേസസ് വേണമെങ്കിൽ നമുക്കൊന്ന് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു എൽസിഫിൽ എത്ര കണ്ടീഷൻ അപ് ടു എൻ കണ്ടീഷൻ വരെ നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം. അതുപോലെ തന്നെ സ്വിച്ചിലും നമുക്ക് എന്ത് ചെയ്യാം എൻ കണ്ടീഷൻ വരെ എൻ കേസസ് നമുക്ക് എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാം. ദ കേസ് വാല്യൂ മസ്റ്റ് സ്വിച്ച് എക്സ്പ്രഷൻ ടൈപ്പ് ഓൺ. അത് കേസ് വാല്യൂ സ്വിച്ചിൽ നമ്മൾ കൊടുക്കുന്ന എക്സ്പ്രഷൻ്റെ ടൈപ്പ് ഏതാണ് ആ ടൈപ്പ് തന്നെയാണ് എന്ത് കേസിലും കൊടുക്കുന്നത്. കേസ് വാല്യൂ മസ്റ്റ് ബി ലിറ്ററൽ ഓർ കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഡസൻ അലൗ വേരിയബിൾസ്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾസിന് വെച്ച് നമുക്ക് ഡിഫറെൻറ്റ് വേരിയബിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചെക്ക് ചെയ്യാൻ വേരിയബിൾസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം പറ്റുള്ളൂ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ലിറ്ററൽ. കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ മാറാത്ത വാല്യൂ ലിറ്ററൽസ്, ഇൻഡിജർ ലിറ്ററൽസ്, ഫ്ലോട്ടിംഗ് ലിറ്ററൽസ്, അതുപോലെ ന്യൂമറിക് ലിറ്ററൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. വലിയ ഇതൊന്നുമില്ല, റോക്കറ്റ് സയൻസ് എന്നല്ല. സാധാരണ നിങ്ങൾ C++ലും സിയിലും സ്വിച്ച് എന്താണ് പഠിച്ചിട്ടുള്ളത് അതേ സെയിം സ്വിച്ച് തന്നെയാണ് എന്ത് ഇതിലും പറഞ്ഞത്. പക്ഷേ ഡിഫറൻസ് ഉള്ള സിൻറ്റാക്സിൽ ഉണ്ടെങ്കിൽ വല്ല ഡിഫറൻസ് ഉണ്ടാവും. നമുക്ക് കോൺസെപ്റ്റിലൊക്കെ എന്താണ് സെയിമാണ്. ദ കേസ് വാല്യൂ മസ്റ്റ് ബി യുണീക്ക്. കേസ് വാല്യൂ എന്താണ് യൂണീക്കാണ്. കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കണ്ടീഷനിലേക്ക് ചെയ്യണം, റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. ഇപ്പോൾ ഞാനൊരു കേസിൽ A കൊടുത്തു, രണ്ടാമത്തെ കേസിൽ എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല, A കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ഒരു കേസിൽ കൊടുക്കുന്ന വാല്യൂ എന്താണ് യൂണീക്കാണ്, അത് എന്ത് ചെയ്യാൻ പറ്റില്ല, റിപ്പീറ്റ് ചെയ്ത് വരാൻ പറ്റില്ല. ഇൻ കേസ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ടു രണ്ടേഴ്സ് കമ്പയർ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനെന്താവും കമ്പയറുടെ എററായിട്ട് കാണിക്കും. അടുത്ത് നമുക്കത് സ്വിച്ച് എക്സ്പ്രഷൻ മസ്റ്റ് ബി ബൈറ്റ്. ഓക്കെ, അതായത് ബൈറ്റ് ആവാം, ഷോർട്ട് ആവാം, ഇൻ്റെ ലോങ്, അതുപോലെ എന്നുള്ളത് എന്ത് സ്ട്രിങ് ആവാം, ഇതൊക്കെ ആവാം എന്ത് എക്സ്പ്രഷൻ. ഈച്ച് കേസ് സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ഹാവ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ദിസ് ഓപ്ഷൻ. വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പോൾ നിങ്ങൾ മറ്റേ ആഴ്ചയിൽ ഏത് ദിവസമാണെന്നുള്ളത് പ്രിൻ്റ് ചെയ്യാനുണ്ടാവില്ല. ആഴ്ചയിൽ അപ്പോൾ ഞാനിപ്പോൾ ഒരു വേരിയബിൾ കൊടുത്തു 3 അല്ലെങ്കിൽ 1 കൊടുത്തു. 1 എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് കേസിൽ 1 മൺഡേ, കേസ് 2 ട്യൂസ്ഡേ, കേസ് 3 വെനസ്ഡേ, കേസ് 4 തേഴ്സ്ഡേ, കേസ് 5 ഫ്രൈഡേ, കേസ് 6 സാറ്റർഡേ, കേസ് 7 സൺഡേ, അങ്ങനെ കൊടുത്തു. അപ്പോൾ കിട്ടിയ വാല്യൂ 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ കേസ് 1 മൺഡേ തന്നെ വന്നു അല്ലേ. മൺഡേ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു റിസൾട്ട് കിട്ടി. പക്ഷേ നമ്മളോട് ഒരു ബ്രേക്ക് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കണ്ടീഷൻസും എന്ത് ചെയ്യും, എല്ലാ കേസസുകളും എന്ത് ചെയ്യും, ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം ഒന്നും കൂടി ചെക്ക് ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ബ്രേക്ക് എന്നുള്ള ഓപ്ഷൻ. അതായത് അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഒരു കേസ് സിൻറ്റാക്സ് പറയുമ്പോൾ പറഞ്ഞാൽ കേസ് അത്ര മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കേസ് നമ്മൾ എന്താണ് സക്സസ് ആവുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള കേസസ് ചെക്ക് ചെയ്യാൻ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രേക്ക് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ കേസ് വാല്യൂ ഡിഫോൾട്ട് ലാംഗ്വേജ് ഓപ്ഷൻ. അടുത്ത ഒരു സിൻറ്റാക്സ് ആണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ദ സ്വിച്ച് എക്സ്പ്രഷൻ കേസ് വാല്യൂ 1 ബ്രേക്ക് വേണ്ടിയത് അത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ കേസ് വാല്യൂ 1 ഉണ്ട്, കേസ് വാല്യൂ 2 ഉണ്ട്, അതുപോലെ കേസ് വാല്യൂ അപ് ടു ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ കേസ് 3 എന്ത് കിട്ടി, റിസൾട്ട് കിട്ടി. അപ്പോൾ ബാക്കിയുള്ളത് വെറുതെ എക്സിക്യൂട്ട് ചെയ്ത് ടൈം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ബ്രേക്ക് കൊടുക്കണം. ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ടെർമിനേറ്റ് ആയിട്ട് സ്വിച്ചിൻ്റെ പുറത്തോട്ട് വരും. ഇതാണ് സ്വിച്ചിൻ്റെ സിൻറ്റാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത സ്വിച്ചിൻ്റെ ഒരു എന്താണ് ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനാണ് സ്വിച്ചിൻ്റെ. അപ്പോൾ സ്വിച്ചിൻ്റെ എന്താണ് സെയിം എന്താണ് എൽസിഫ് ലാഡറിൻ്റെ അതേ എന്താണ് എക്സ്പ്രഷൻ കൊടുക്കും. ഓരോ കേസുകൾ ഓരോ കേസ് ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ട് അത് ഓരോ കേസുകളായിട്ട് എന്ത് ചെയ്യും ചെക്ക് ചെയ്യും. മാച്ചിട്ട് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ മാച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യും, മാച്ചിട്ടാണെങ്കിൽ ആ പർട്ടിക്കുലർ കേസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, സ്വിച്ച് നിന്ന് പുറത്തോട്ട് വരും. ഇതാണ് എന്ത് ഈ പിക്ചർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ നമ്പർ 20 കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് നമ്പർ 10 ആണെങ്കിൽ 10 പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് നോക്കും കേസ് 10. അപ്പോൾ എന്താണ് കേസ് 10 അല്ല,
തെറ്റാണ്. അപ്പോൾ രണ്ടാമത്തോട്ട് വരും കേസ് 20. കേസ് 20 എന്താണ്? ശരിയാണ്. കേസ് എന്താണ്? നമ്പർ 20 ആണ്. അപ്പോൾ എന്ത് 20 പ്രിൻ്റ് ബ്രേക്ക് വരും. ആ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേസ് 30 ചെക്ക് ചെയ്യില്ല, ഡിഫോൾട്ടും ചെക്ക് ചെയ്യില്ല, നേരെ എന്ത് ചെയ്യും? സ്വിച്ചിൻ്റെ പുറത്തോട്ട് വരും. ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാനൊരു ഒരു പ്രോപ്പർ ഇൻ്റർനാഷണൽ ഇട്ടിട്ടാണ് ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടില്ല. എപ്പോഴും നിങ്ങൾ എന്ത് നോട്ട് പാഡിലാണെങ്കിലും എവിടെ ആണെങ്കിലും എന്ത് ചെയ്യാം, നല്ലൊരു പ്രോഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ഇൻ്റർനാഷണൽ ഇട്ടിട്ട് ഒരു പ്രോഗ്രാമർ എന്ത് ചെയ്യുള്ളൂ, പ്രോഗ്രാം എടുത്തുള്ളൂ. ഫസ്റ്റ് ഇത് ഒറ്റ ലൈനിൽ എഴുതി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും ആ പ്രോഗ്രാം എടുത്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് തന്നെ മനസ്സിലാവില്ല. പിന്നെ വേറെ ആരെങ്കിലും എടുത്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ പറ്റിയിട്ട് എന്ത് ചെയ്യും, നമ്മളെ ഒരു വിലയിരുത്തും. അയാൾ ഇന്നത്തെ ഒരു പ്രോഗ്രാമാണ്. അപ്പം ഒരു ഇൻ്റർവ്യൂവിന് മുമ്പ് ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ഇൻ്റൻറ്റ് ചെയ്യുക. അതായത് ഒരു കേളി ബ്രേസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടാബ് മസ്റ്റ്, ഒരു കേളി ബ്രേസ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഒരു ടാബ് അടിച്ചിട്ട് അങ്ങനെ ഓരോ കേളി ബ്രേസിന് എന്ത് ചെയ്യുക, ഓരോ ടാബ് വെച്ചിട്ട് എന്ത് ചെയ്യുക, സ്പേസ് കൊടുക്കുക, ഇൻ്റൻറ്റേഷൻ ചെയ്യണം. അപ്പോൾ നല്ല പ്രോഗ്രാമറിൻ്റെ ലക്ഷണമാണ് എന്ത്, ഇൻ്റൻറ്റേഷൻ, അതുപോലെ കമൻറ്റ് കാര്യങ്ങൾ. അടുത്തായിട്ട് പറയുന്നത് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ കോമ്പൗണ്ടഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ബി എക്സിക്യൂട്ട് 0 or more time സബ്ജക്റ്റ് ടു സം ലൂപ്പ് ടെർമിനേഷൻ ക്രൈറ്റീരിയ. എന്തെങ്കിലും നമ്മളൊരു ഒരു എന്ത് ചെയ്യും, ഒരു ക്രൈറ്റീരിയ, ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ ക്രിയേറ്റ് ചെയ്യും. ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ അല്ലെങ്കിൽ ആ ക്രൈറ്റീരിയ മീൻസ് ഒരു ക്രൈറ്റീരിയ കൊടുക്കും. ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ അല്ലെങ്കിൽ ആ ക്രൈറ്റീരിയ എത്തുന്നത് വരെ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പഠിച്ചിട്ടുണ്ടാവുന്നത് ഇതിലാണ് എന്ത് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. 3 ടൈപ്പ് ഓഫ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ജാവയിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് ഫോർ ലൂപ്പ്, രണ്ടാമത്തെ വൈൽ ലൂപ്പ്, മൂന്നാമത്തെ ഡു വൈൽ ലൂപ്പ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫോർ ലൂപ്പിൽ പറയാൻ പോകും. എന്താണ് ഫോർ ലൂപ്പ്? ജാവ ഫോർ ലൂപ്പ് ഈസ് യൂസ്ഫുൾ ടു ഐട്രേറ്റ് എ പാർട്ട് ഓഫ് പ്രോഗ്രാം സെവറൽ ടൈംസ്. if the number of iterations is fixed, it is recommended to use for loop. അതായത് സാധാരണ ഐട്രേഷൻ എല്ലാം സെയിം. ഇപ്പോൾ ഫോർ ലൂപ്പ് എന്താണ്, ഒരു കണ്ടീഷൻ തെറ്റാവുന്നവരെ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ 3 ടൈപ്പ് ഫോർ ലൂപ്സ് ആണുള്ളത്. ഒന്ന് സിമ്പിൾ ഫോർ ലൂപ്പ്, രണ്ടാമത് ഫോർ ഈച്ച് ഓർ എൻഹാൻസ്ഡ് ഫോർ ലൂപ്പ്, മൂന്നാമത്തെ ലാബൽഡ് ഫോർ ലൂപ്പ്. ഈ സിമ്പിൾ ഫോർ ലൂപ്പ് എന്താ നോക്കാം. സിമ്പിൾ അതായത് സാധാരണ ഫോർ ലൂപ്പ് C++ എന്താണ്, ഫസ്റ്റ് നമ്മൾ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, കണ്ടീഷൻ കൊടുക്കും, എന്നിട്ട് ആ കണ്ടീഷൻ എന്താണ് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും, ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡിക്രിമെൻ്റ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. അങ്ങനെ ഈ ഒരു വർക്കിംഗ് ഫ്ലോ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. 4 പാർട്ടുണ്ട്: ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, സ്റ്റേറ്റ്മെൻറ്റ്, ഇൻക്രിമെൻ്റ്, ഡിക്രിമെൻ്റ്. ഇനീഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വാല്യൂ, കാരണം ഐട്രേറ്റ് ചെയ്യേണ്ട, ഒരുപാട് പ്രാവശ്യം വർക്ക് ചെയ്യേണ്ട. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളൊരു വാല്യൂ എന്ത് ചെയ്യും, അതിന് ഇനീഷ്യലൈസ് ചെയ്യും. രണ്ടാമത് ഒരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത ഫസ്റ്റ് ആ വാല്യൂ എന്ത് ചെയ്യും, ഒന്ന് ഡിക്രിമെൻറ്റ്, ഒന്ന് ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യും, കൂട്ടൊക്കെ കുറയ്ക്കുക ചെയ്യും. 10 ഇപ്പോൾ 1 മുതൽ 10 വരെയുള്ള നമ്പർ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ ഉണ്ടാവും. അതായത് ഇത് അത്ര വലിയ കാര്യങ്ങളൊന്നും തോന്നില്ല, നിങ്ങൾക്ക് അറിയുന്നതാണ് എന്ത് ഫോർ ഇനീഷ്യലൈസേഷൻ, അതായത് ഇൻറ്റ് i = 0, i <10, കണ്ടീഷൻ i i++, സ്റ്റേറ്റ്മെൻറ്റ് system.out println i. മനസ്സിലായോ? അപ്പോൾ ഇതാണ് എന്തൊരു ഫോർ ലൂപ്പിൻ്റെ സിൻറ്റാക്സ്. സോറി സ്ലൈഡ് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു. എന്തായാലും സ്ലൈഡ് നോക്കിക്കോളാം. അപ്പോൾ ഞാൻ പറഞ്ഞ 4 പാർട്ടുള്ളത് ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, സ്റ്റേറ്റ്മെൻറ്റ്, ഇൻക്രിമെൻ്റ്, ഡിക്രിമെൻ്റ്. പിന്നെ വരുന്നതാണ് എന്ത് സിൻറ്റാക്സ്. ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ ചെയ്യും, പിന്നെ കണ്ടീഷൻ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ഇൻക്രിമെൻ്റ്, ഡിക്രിമെൻ്റ് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് കിട്ടുക. ഫസ്റ്റ് എന്ത് ചെയ്യും, ഇനീഷ്യലൈസേഷൻ ചെയ്യും, പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ ബോഡി ഓഫ് ലൂപ്പ് വർക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇൻക്രിമെൻ്റ് ചെയ്യും. പിന്നെ വീണ്ടും എന്ത് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. നമുക്ക് അങ്ങനെ കണ്ടീഷൻ തെറ്റാവുന്നവരെ എന്ത് ചെയ്യും, ഇനീഷ്യലൈസേഷൻ പ്രഷർ ചെയ്യുള്ളൂ. കണ്ടീഷൻ തെറ്റാവുന്നവരെ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ടും ചെയ്യും, അതുപോലെ ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് നടത്തും.
അപ്പോൾ ഇത്രയാണ് അതിൻ്റെ സിൻറ്റാക്സ്. ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ഫോർ ഇൻറ്റ് ഐ ഈക്വൽ ടു 1 ഐ ലെസ് ദാൻ ഈക്വൽ ടു 10 ഐ പ്ലസ് പ്ലസ് ഐ പ്രിൻറ്റ് ചെയ്യാൻ 1 മുതൽ 10 വരെയുള്ള പ്രിൻറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ 1 കൊടുത്തു, ഐ ലെസ് ദാൻ എന്ന കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ഐ പ്രിൻറ്റ് ചെയ്യും, 1 പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് ഐ പ്ലസ് പ്ലസ് എന്നുള്ളത് അതിൻ്റെ വാല്യൂ 2 ആവും. 2 അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ് 2 എന്ത് ചെയ്യും, 2 ലെസ് ദാൻ ഈക്വൽ ടു 10. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്, അപ്പോൾ എന്ത് ചെയ്യും 2 പ്രിൻറ്റ് ചെയ്യും. പിന്നെ ഐ പ്ലസ് പ്ലസ് പോകുമ്പോൾ 3 ആവും. അങ്ങനെ എന്ത് ചെയ്യും 10 വരെ പ്രിൻറ്റ് ചെയ്യും. 11 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും കണ്ടീഷൻ ഫോൾസ് ആവും. കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ എന്താവും, നേരെ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ആവും. ഇതാണ് എന്ത്. ഇനി അടുത്തത് ജാവ നെസ്റ്റഡ് ഫോർ ലൂപ്പ്. അത് നമ്മൾ നേരത്തെ ഇഫ് പറഞ്ഞ പോലെ തന്നെയാണ് എന്ത്, ഒരു ഫോറിൻ്റെ ഉള്ളിൽ ഇഫ് ലൂപ്പ് ഇൻസൈഡ് ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ വേറൊരു ലൂപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നെസ്റ്റഡ് ലൂപ്പ്. ഇത് എല്ലാത്തിലും ഉണ്ട്, വൈലും പറയാം, ലൂപ്പിലും പറയാം, നമുക്ക് ഫോർ ലൂപ്പിലും പറയാം. എല്ലാത്തിലും എന്തുണ്ട് നെസ്റ്റഡ് ഉണ്ട്. അപ്പോൾ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പിൽ പറഞ്ഞത് നെസ്റ്റഡ് ലൂപ്പിൽ ഇപ്പോൾ ഫോർ ലൂപ്പ് പറയുമ്പോൾ നെസ്റ്റഡ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് 4 ഇൻറ്റു ഐ ഈക്വൽ ടു 1 കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ പിരിമിഡൊക്കെ പിരിമിഡ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഞാൻ പറയാം, ജാവ പ്യൂർലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയാൻ കാരണം എല്ലാതും എന്താണ് ക്ലാസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അത് ക്ലാസിൻ്റെ അണ്ടറിലാണ് എന്ത് എല്ലാതും വരുന്നത്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് പ്രത്യേകത എന്താണ്, പ്രോഗ്രാം റൺ ചെയ്യൽ ഇതുള്ള ക്ലാസ്. ഇപ്പോൾ ഇതിപ്പോൾ ഒറ്റ ക്ലാസ്സുള്ളൂ. അപ്പോൾ ഒരു ജാവ പ്രോഗ്രാമിൽ ഒരു ക്ലാസ് മാത്രമല്ല, എത്ര ക്ലാസ് വേണമെങ്കിലും ആവാം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡിൻ്റെ മെയിൻ ഫംഗ്ഷൻ ഉള്ള ക്ലാസ് ആയിരിക്കും ആദ്യം എന്ത് ചെയ്യൽ റണ്ണിങ് സ്റ്റാർട്ടിങ് എന്ത് ചെയ്യപ്പെടുന്നതായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ജാവ പ്യൂർലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ജാവ കംപ്ലീറ്റ് തന്നെയാണ് ക്ലാസിൻ്റെ അണ്ടറിലേക്ക് എല്ലാ കാര്യങ്ങളും എന്തെങ്കിൽ മെൻഷൻ ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് മനസ്സിലാക്കിയിരിക്കുന്നത്. അടുത്ത ഫോർ ഈച്ച് ലൂപ്പ്. ഫോർ ഈച്ച് ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്തിട്ട് ഒരു അറേ അല്ലെങ്കിൽ കളക്ഷനിലൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ഈച്ച് അറേ എന്ന് കൊടുക്കുന്നത്. ഇറ്റ്സ് ഈസിയർ ടു യൂസ് ദാൻ സിമ്പിൾ ഫോർ ലൂപ്പ് ബിക്കോസ് യു ഡോണ്ട് നീഡ് ടു ഇൻക്രിമെൻറ്റ് ആൻഡ് വാല്യൂ സബ്സ്ക്രിപ്റ്റ് നൊട്ടേഷൻ. അതായത് ഇത് ഇപ്പോൾ അറേക്കും കളക്ഷൻസിനൊക്കെ ഫോർ ലൂപ്പ് യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഇതിൻ്റെ സിൻറ്റാക്സ് ഒക്കെ മനസ്സിലാവും. നിങ്ങൾക്ക് എന്തെന്ന് ഇതിൽ ഇൻക്രിമെൻറ്റും ഇനീഷ്യലൈസേഷനൊന്നും ഇല്ല. ഇതെന്താണ് ജസ്റ്റ് ടൈപ്പ് വേറെ കോൾ ടു എക്സിക്യൂട്ടഡ്. ഇറ്റ് വർക്ക്സ് ഓൺ എലമെൻറ്റ്സ് ബേസ്ഡ് ഓൺ ഇൻഡെക്സ്. അതിൻ്റെ ഇൻഡെക്സ് വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അറേ ഞാൻ ക്രിയേറ്റ് ചെയ്തത് ഇൻറ്റ് എ ഓഫ് 10 എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 0 മുതൽ 9 വരെ അതിന് ഇൻഡെക്സ് ഉണ്ടാവും അല്ലേ. 0യിൽ ഒരു എലമെൻ്റ് ഉണ്ടാവും, 1ൽ ഒരു എലമെൻ്റ് ഉണ്ടാവും, 2ൽ ഒരു എലമെൻ്റ് ഉണ്ടാവും, 3ൽ ഒരു എലമെൻ്റ് ഉണ്ടാവും, 4ൽ ഒരു എലമെൻ്റ് ഉണ്ടാവും, 5ൽ ഒരു എലമെൻ്റ്, അങ്ങനെ 9 വരെ എലമെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യൽ അതിൻ്റെ ബേസിസ് ഇൻഡെക്സ് വെച്ചിട്ടാണ്. ഈ ഇൻഡെക്സ് ആണ് മെമ്മറി അഡ്രസ്സ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എലമെൻറ്റ്. അപ്പോൾ അറേയിൽ വർക്ക് ചെയ്യൽ ഈ ഫോർ ഈച്ച് വർക്ക് ചെയ്യൽ ഇൻഡെക്സ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ടൈപ്പ് വേർ അറേ. ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ നമുക്ക് എലമെൻറ്റ്സ് ഫോർ ഈച്ച് എലമെൻറ്റ്സ് ഓഫ് ദ അറേ. അപ്പോൾ നമ്മൾ എന്താണ് ഒരു അറേ ഡിക്ലെയർ ചെയ്തിരിക്കും അല്ലേ. AR 12 23 44 56 78 സോറി ഒരു അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് 12 23 44 56 70. അപ്പോൾ അറേൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 എലമെൻറ്റ്സാണ് അറേയിലുള്ളത്. അപ്പോൾ 0യിലേക്കും എന്ത് ചെയ്യൽ അറേ സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ എന്തായിരിക്കും ഇവിടെ 5 ആയിരിക്കും, പക്ഷേ എന്ത് വരെ ഉണ്ടാവുള്ളൂ 4 വരെ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താണ് അറേത്തെ എലമെൻറ്റ് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഐ എന്നുള്ളത് ഓട്ടോമാറ്റിക് അറേൻ്റെ എന്ത് ചെയ്യും ഇൻഡെക്സ് എടുക്കും. ഈ ഐയിലോട്ട് എന്താ പോകുക വെച്ച് കഴിഞ്ഞാൽ ഈ ആറിൻ്റെ എത്ര അറേൻ്റെ ഇതുണ്ട് കപ്പാസിറ്റിൻ്റെ സ്റ്റാർട്ടിങ് എന്ത് പോകും അതിലോട്ട് പോകും. ഈ എന്നിട്ട് ഫസ്റ്റ് വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും അതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ 5 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും 5 ആയിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നതായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും ഐ 12 പിന്നെ വീണ്ടും എന്ത് ചെയ്യും അങ്ങനെ എന്ത് ചെയ്യും ഓരോ പ്രാവശ്യം ഇൻക്രിമെൻ്റ് ചെയ്യില്ല. അപ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്യും 12 പ്രിൻ്റ് ചെയ്യും, 23 പ്രിൻ്റ് ചെയ്യും, 44 പ്രിൻ്റ് ചെയ്യും, 56 പ്രിൻ്റ് ചെയ്യും, 72 പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഈ ഫോർ ഈച്ച് ലൂപ്പ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇനീഷ്യലൈസേഷൻ കണ്ടീഷൻ ഇൻക്രിമെൻ്റ് എന്നുള്ളതിൽ മാത്രമേ എന്തുള്ളൂ
വ്യത്യാസമുള്ളൂ. ഇനീഷ്യലൈസേഷൻ കണ്ടീഷൻ ഇല്ല. ആ അറേൻ്റെ നമ്മൾ കൊടുക്കുന്ന കളക്ഷൻ അല്ലെങ്കിൽ ആ അറേൻ്റെ മൊത്തം കപ്പാസിറ്റി എത്രയാണോ ആ കപ്പാസിറ്റി സ്റ്റോർ ചെയ്തിട്ട് അതിൽ സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ചെയ്ത്. ഇതാണ് ഫോർ ഈച്ച് ലൂപ്പ് എന്ന് പറയുന്നത്. അടുത്തത് ജാവ ലേബിൾഡ് ഫോർ ലൂപ്പ്. ലേബിൾഡ് ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ലേബിൾഡ് ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബിൾ നെയിം കൊടുക്കും നമ്മൾ. വി ക്യാൻ ഹാവ് എ നെയിം ഓഫ് ഈച്ച് ജാവ ഫോർ ലൂപ്പ്. നമുക്ക് ഏത് എല്ലാ ലൂപ്പിലും നമുക്ക് എന്ത് ചെയ്യാം, പേര് കൊടുക്കുക. ടു ഡു സോ വി യൂസ് ലേബിൾ ബിഫോർ ദ ഫോർ ലൂപ്പ്. കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ലേബിൾ നെയിം കൊടുക്കുന്നതിന് ഫോർ ലൂപ്പിന് മുന്നേ കൊടുക്കണം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇഫ് വി നെക്സ്റ്റ് ഫോർ ലൂപ്പ് വി ക്യാൻ ബ്രേക്ക് കണ്ടിന്യൂ സ്പെസിഫിക് ഫോർ ലൂപ്പ്. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു പർട്ടിക്കുലർ സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലൂപ്പിലോട്ട് പോകാൻ പറ്റും. അതാണ് ലേബിൾഡ് ലൂപ്പിൻ്റെ പ്രത്യേകത. യൂഷ്വലി ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ ക്യൂ അതിൻ്റെ മോസ്റ്റ് ലൂപ്പ് നോക്കണ്ട. അടുത്ത് പറയുന്നത് ഫോർ എക്സാമ്പിൾ കൊടുക്കുന്നത് നമുക്ക് ഇവിടെ ലേബിളിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഒരു സോറി ഇവിടെ നോക്കി, ഈ എക്സാമ്പിൾ നോക്കി എന്നിട്ട് രണ്ടാമത്തിന് കൊടുത്തിരുന്നത് BB, എന്നിട്ട് ഇവിടുന്ന് കൊടുത്തിരുന്നത് ബ്രേക്ക് എന്ന് പറയുമ്പോൾ എന്ത് ഈ എന്നുള്ളത് പുറത്തോട്ട് വരും. മനസ്സിലായി? അപ്പോൾ അതാണ് ലേബിൾ. ഓരോ ലൂപ്പിനും എന്ത് ചെയ്യുക, ലേബിൾ എന്ന് പറയുമ്പോൾ പേര് കൊടുക്കുക. അപ്പോൾ ഓരോ ലൂപ്പിന് നമുക്ക് എന്ത് ചെയ്യുക, പേര് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, എവിടെയെങ്കിലൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ പേര് പറഞ്ഞിട്ട് അതിൻ്റെ പ്രോസസ്സ്. ഇപ്പോൾ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഈ എന്ന് ബ്രേക്ക് ചെയ്യും. ഇപ്പോൾ കണ്ടിന്യൂ BB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, BB എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് പേര് കൊടുക്കുക. വേറെ ലൂപ്പിന് നമുക്ക് എന്ത് ചെയ്യാം, പേര് കൊടുക്കുക. ഇത് ഫോർ ലൂപ്പിന് മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ലൂപ്പുകൾക്കും നമുക്ക് എന്ത് ചെയ്യാം, ലേബിൾ ചെയ്യാം. അടുത്തത് ജാവ ഇൻഫിനിറ്റീവ് ഫോർ ലൂപ്പ്. ഇൻഫിനിറ്റീവ് ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, നിൽക്കാൻ പാടില്ല. മനസ്സിലായി? അതാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഒരു ലൂപ്പ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, അതേപോലെ ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ്, സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ കണ്ടീഷൻ ഫോഴ്സ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, ഇൻഫിനിറ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ സിൻടാക്സ് ഇതാണ്. എന്ത് ഫോറൊന്ന് കീവേഡ് യൂസ് ചെയ്യുക, 2 സെമിക്കോളം മാത്രം. വേറെ ഇനീഷ്യലൈസേഷനോ വേരിയബിളോ ഇനീഷ്യലൈസേഷനോ കണ്ടീഷനോ ഇൻക്രിമെൻ്റിലോ ഡിക്രിമെൻ്റൊന്നും വേണ്ട. 2 സെമിക്കോളം മാത്രം എന്ത് ചെയ്യുക, കൊടുക്കുക. എന്നിട്ട് എന്ത് കോഡാണോ വർക്ക് ചെയ്യേണ്ടത് ആ കോഡ് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യും. ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ 1 മുതൽ എത്ര വരെ നമ്പർ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു എക്സാം കൊടുക്കാൻ സിസ്റ്റം ഡോട്ട് ഔട്ട്പുട്ട് പ്രിൻറ്റ് എല്ലാം ഇവിടെ എന്ത് ചെയ്യുക, ഇതിനുള്ളിൽ എന്ത് ചെയ്യുക, അതിൻ്റെ വാല്യൂ കൊടുക്കുക. മനസ്സിലായോ? ഇപ്പോൾ എക്സാമ്പിൾ യൂസിങ് ഇൻഫിനിറ്റി ലൂപ്പ്. ഇപ്പോൾ പ്രോഗ്രാം നമുക്ക് ഇവിടെ 2 കോളൻ ഇട്ടുള്ളത്, 2 സെമി കോളൻ ഇട്ടുള്ളത്, എന്താ ഇൻഫിനിറ്റി ലൂപ്പ് കാണില്ല. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്താ കഴിഞ്ഞാൽ നിർത്താണ്ട് എന്ത് ചെയ്യും, ഇൻഫിനിറ്റി ലൂപ്പ് എന്ത് ചെയ്യും, ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? നിൽക്കില്ല, ആ പ്രോഗ്രാമിന് എക്സിറ്റ് ഉണ്ടാവില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അതാണ് എന്ത് ഇൻഫിനിറ്റി ലൂപ്പ് എന്ന് പറഞ്ഞത്. അടുത്ത് വൈൽ ലൂപ്പ്. സോറി, എക്സാമ്പിൾ ഞാൻ സ്ലൈഡ് ചേഞ്ച് ചെയ്യാൻ മറന്നു. ഇവിടെ ഒന്നും കൂടി നോക്കിക്കളാം. നിങ്ങൾ എന്തെന്നാണ് 4 2 കോളമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ഇൻഫിനിറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? കണ്ടീഷനില്ല, അതുകൊണ്ട് എന്തെങ്കിലും കണ്ടീഷൻ ബ്രേക്ക് ആവണ വരെ നെല്ലുള്ള കാര്യമില്ല. കാരണം നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നില്ല, ഇൻക്രിമെൻറ്റും കൊടുക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്താണ് എന്ത് വൈൽ ലൂപ്പ്. The Java while loop is used to iterate a part of a program several times. Same തന്നെ എന്താ ലൂപ്പിൻ്റെ ലൂപ്സൊക്കെ എന്താണ് സെയിം തന്നെ. എന്താണ് ഇതിലിപ്പോൾ നമ്മൾ കൊടുത്തുള്ളത്, നമ്മൾ ആക്റ്റീവ് ഫോർ ലൂപ്പിൻ്റെ കേസിൽ പറഞ്ഞത് ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ്, കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. 4 സ്റ്റേറ്റ്മെൻറ്റ്. 4 നമ്മൾ മെൻഷൻ ചെയ്തത് സെയിം ഉണ്ടെങ്കിൽ കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്. ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻ്റെ പുറത്താണ്. ഇൻക്രിമെൻ്റ് ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടാവാം. മനസ്സിലായോ? അപ്പോൾ ആ 4 പാർട്ട് എല്ലാ ലൂപ്പിലും ഉണ്ട്. ഒന്നതാണ് ഇനീഷ്യലൈസേഷൻ. ഫോർ ലൂപ്പിലെ ബ്രാക്കറ്റിനുള്ളിലാണ് 3 ഒറ്റയ്ക്ക് പറഞ്ഞത്. ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, അതുപോലെ തന്നെ ഇൻക്രിമെൻ്റ് ഡിക്രിമെൻ്റ്, സ്റ്റേറ്റ്മെൻറ്റ്. ഈ 4 സെക്ഷനുള്ളത്. ഫോർ ലൂപ്പിൽ 3 മറ്റൊന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഫിലിബേഴ്സിനുള്ളത്. വൈലിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഇനീഷ്യലൈസേഷൻ എന്ത് ചെയ്യണം, പുറത്ത് പറയണം. വൈലിൻ്റെ പുറത്ത് പറയണം.
ഒരു കണ്ടീഷൻ പറയാം, എന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. വീണ്ടും എന്ത് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, വൈൽ ലൂപ്പിൻ്റെ പുറത്തോട്ട് വരും. ഇതാണെന്ത് ഒരു വൈലിൻ്റെ എക്സാമ്പിൾ. ഇപ്പോൾ നോക്കി ഞാൻ പറഞ്ഞല്ലോ, ഇനീഷ്യലൈസേഷൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വൈലിൻ്റെ പുറത്തുകൂടെ ഇൻ്റെ ഐക്കൾ വന്ന് കൊടുത്തിട്ടുണ്ട്. എന്താ എന്നിട്ട് ഐ ലെസ് ദാൻ കിട്ടും കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ എന്തുണ്ട്, ഇൻക്രിമെൻ്റ്. നമ്മൾ ഫോർ ലൂപ്പിൽ ഒറ്റ നില കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇനീഷ്യലൈസേഷൻ വൈലിൻ്റെ പുറത്തും ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിൻ്റെ കൂടെ കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ മനസ്സിലാവും. ഇതൊക്കെ സിമ്പിളാണ്, നിങ്ങൾ പഠിച്ചു തന്നെയാണ്. അതുപോലെ വലിയ ഇതില്ലാന്ന് വിചാരിക്കുന്നുണ്ട്, സംശയം ഉണ്ടെങ്കിൽ പറയാം ചെയ്തു. അടുത്ത് ഇൻഫിനിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈലിലും ഫോർ ലൂപ്പിൽ നമ്മൾ ഇൻഫിനിറ്റി ലൂപ്പ് കൊടുത്ത പോലെ എന്ത് ചെയ്യും, നമുക്ക് വൈലിലും ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ എന്താ കൊടുത്തല്ലോ, അതിൻ്റെ സിൻറ്റാക്സ് നോക്കിയൊക്കെ എന്താ കണ്ടീഷൻ. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ നമ്മൾ വൈൽ ട്രൂ എന്നുള്ളത്, ട്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എന്ത് ഇൻഫിനിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, വൈൽ ട്രൂ എന്ന് മാത്രം കൊടുത്താൽ മതി. കാരണം കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ട്രൂ എന്ന് എപ്പോഴും, കാരണം ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ, പിന്നെന്താണ്, അപ്പോൾ വീണ്ടും കോഡ്. അപ്പോൾ എന്താ ചെയ്യുക, അതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്തോളൂ. അതിനൊരു എക്സാമ്പിൾ നേരത്തെ കൊടുത്താൽ പോലെ തന്നെ വൈൽ ട്രൂ ഇൻഫിനിറ്റ് വൈൽ ട്രൂ. സിമ്പിളാണ്. അതൊക്കെ ഒന്നും വലിയ അതൊന്നുമില്ല, അത് മനസ്സിലാവുമെന്ന് വിചാരിക്കണേ, കാരണം അത്രക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അടുത്ത് ഡു വൈൽ. അതിന് മുമ്പ് ഒരു കാര്യം പറയാം, ഈ വൈലും ഫോറും എൻട്രി ലൂപ്പുകൾ എന്നാണ് അറിയപ്പെടുന്നത്. എൻട്രി ലൂപ്സ് ആണ് ഇത്, ഫോറും വൈലും. അതായത് കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അതിന് എൻട്രി ലൂപ്പ് എന്ന് പറഞ്ഞത്. പക്ഷേ ഡു വൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു എക്സിറ്റ് ലൂപ്പാണ്. അതായത് അതിന് സിൻറ്റാക്സ് കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഡു കോഡ് ടു ബി എക്സിക്യൂട്ടഡ് വൈൽ കണ്ടീഷൻസ്. അപ്പോൾ ഡൂവിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം, അതായത് ഫസ്റ്റ് വരുമ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ എന്ത് ചെയ്യും, കോഡ് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം മുതൽ എന്ത് ചെയ്യുള്ളൂ, കണ്ടീഷൻ നോക്കുക. പിന്നെ അവിടെ i=1 കൊടുത്തു. ഫസ്റ്റ് പ്രാവശ്യം എന്ത് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യില്ല, എന്താണ് ആ കോഡ്, അതെന്ന് എക്സിക്യൂട്ട് ചെയ്യും. രണ്ടാമത്തെ പ്രാവശ്യം എന്ത് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വീണ്ടും എന്ത് ചെയ്യുള്ളൂ, കോഡ് ടു എക്സിക്യൂട്ട് അവിടെ കൊടുത്തുകൊണ്ടാണ്. ഫസ്റ്റ് എന്ത് ചെയ്യും, ഡു ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് കണ്ടീഷൻ നോക്കും. കണ്ടീഷൻ ട്രൂ, പിന്നെയാണ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ രണ്ടാം പ്രാവശ്യം ചെയ്യും, പിന്നെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മൂന്നാം പ്രാവശ്യം ചെയ്യും. അപ്പോൾ ഫസ്റ്റത്തെ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യും, എന്ത് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. ഇതാണ് എന്ത് ഡു വൈലിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് പറയുന്നത് ഫോറും വൈലും എൻട്രി ലൂപ്പും, അതുപോലെ ഡു വൈൽ എന്താണ്, എക്സിറ്റ് ലൂപ്പാണ്. So the Java do while loop is used to iterate then iterating statement when used as the number of iterations is not fixed, it is to execute the loop at least once. അതാണ് അറ്റ്ലീസ്റ്റ് വൺസ് കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ എന്ത് ചെയ്യും, ഒരു പ്രാവശ്യം എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനീഷ്യലൈസേഷൻ എന്താണ്, പുറത്തായിരിക്കും. ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് എന്തായിരിക്കും, ഈ കോഡ് ടു ബി എക്സിക്യൂട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിൻ്റെ കൂടായിരിക്കും. അപ്പോൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ i=1. ഇനീഷ്യലൈസേഷൻ എന്താണ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ i=1. പിന്നെ ഡു, അപ്പോൾ എന്ത് ചെയ്യും, പൈൻ്റെ വാല്യൂ എന്താണ്, 1 ആണ്. 1 പ്രിൻ്റ് ചെയ്യും. 1 പ്രിൻ്റ് ചെയ്തിട്ട് i+5 വാല്യൂ എന്താക്കും, 2 ആക്കും. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പം എന്ത് ചെയ്യും, ഒന്നും വരും. അപ്പോൾ ഇതിന് നേരപ്പോൾ ഞാൻ എന്താക്കി, വൈൽ i ലെസ് ദാൻ, ഈ സിമ്പിൾ ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്നുള്ളത്, ഇത് ഓപ്പോസിറ്റ് ഇടാണെന്ന് വിചാരിച്ചു. അപ്പോൾ i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് i=1, ഡു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യും, ഒരു പ്രാവശ്യം പ്രിൻ്റ് ചെയ്യും, ഇൻക്രിമെൻ്റ് ചെയ്യും, കണ്ടീഷൻ നോക്കുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആവും. പിന്നെ ആരും ചെയ്യും, രണ്ടാം പ്രാവശ്യം ഇത് പോവില്ല. അപ്പോൾ അതാണ് എന്ത് ഡു വൈൽ എന്നുള്ളത്. അത്
ഇൻഫിനിറ്റി ലൂപ്പ് ആക്കുകയാണെങ്കിൽ സെയിം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്താൽ മതി, വൈൽഡ് ട്രൂ കൊടുത്താൽ മതി. ഇൻഫിനിറ്റ് ആയിട്ട് എന്ത് ചെയ്തോളും, വർക്ക് ചെയ്തോളും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കി നോക്കും. വൈൽഡ് ട്രൂ കൊടുത്തു. അപ്പോൾ എന്താ ഇൻഫിനിറ്റ് ആയിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തത് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻ ജാവ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്തിട്ട് വേറെ സ്ഥലത്തോട്ട് പോകാൻ, അതേപോലെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകാൻ, പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇൻ ജാവ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ മെയിൻലി യൂസ് ടു ട്രാൻസ്ഫർ കൺട്രോൾ ടു അനദർ പാർട്ട് ഓഫ് അവർ പ്രോഗ്രാം ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻസ്. ഓരോ കണ്ടീഷൻസ് ബേസ് ചെയ്തിട്ട് ഒരു സെക്ഷനിൽ നിന്ന് വേറെ സെക്ഷനിലോട്ട് പോകാൻ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ദീസ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ജമ്പ് ഡയറക്ട്ലി ടു അതർ സ്റ്റേറ്റ്മെൻറ്റ്സ്, സ്കിപ്പ് എ സ്പെസിഫിക്. അതായത് ഈ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേറെ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. രണ്ട് ടൈപ്പുള്ള കണ്ടിന്യൂ ബ്രേക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഒന്ന് ബ്രേക്ക് ഞങ്ങൾക്ക് സ്വിച്ചിൽ പറഞ്ഞു തന്നത് സെയിം കോൺസെപ്റ്റിനാണ്. എന്ത് നമ്മൾ സ്വിച്ച് ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യും, എക്സിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട് വരും. ഇപ്പോൾ സ്വിച്ചിൻ്റെ അകത്താണ് ബ്രേക്ക്, ഒരു കേസിൻ്റെ അകത്താണ് ബ്രേക്ക് പറയണമെങ്കിൽ ആ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എന്ത് ചെയ്യും, സ്വിച്ചിന് പുറത്ത് വരും. ഒരു ലൂപ്പിലാണ് പറയുകയാണെങ്കിൽ അവിടെ നിന്ന് ആ ലൂപ്പിൽ നിന്ന് എന്ത് ചെയ്യും, എക്സിറ്റ് ചെയ്യും. ഇതിനൊക്കെയാണ് എന്ത് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. സിൻടാക്സ് ബ്രേക്ക് എന്ന് പറഞ്ഞ സെമിക്കോൾ മാത്രം ഇട്ടാൽ മതി. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് കണ്ടീഷൻ വൈൽ ലൂപ്പ് ട്രൂ ആണെങ്കിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ പുറത്തോട്ട് വരും. അപ്പോൾ അതിൻ്റെ ഫിഗർ ഡയഗ്രം നോക്കുക. സോറി, അപ്പോൾ അതിൻ്റെ ഇത്രയൊക്കെ പറഞ്ഞത്. പിന്നെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് encountered inside a loop is immediately terminated and the program control assumes that the next statement of the following loop. Java break statement is used to break loop or switch statement. അപ്പോൾ ഇതൊക്കെ അറിയുന്നതാണ്. അപ്പോൾ ഇത്ര സീരിയസ് ആയിട്ട് കാണണ്ട. അതിന് ജസ്റ്റ് ഡയഗ്രാം ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ കണ്ട ഈ ബ്രേക്ക് ദ ലൂപ്പ്. ഇപ്പോൾ നമുക്ക് ഒരു ഫോർ ലൂപ്പ് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്തു. എന്നിട്ട് എന്താ അവിടെ ബ്രേക്ക് കൊടുത്തു. അപ്പോൾ ഈ ഇഫ് ഈക്വൽ ടു 5 ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, നേരെ എന്ത് ചെയ്യും, ഇതിന് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസർ ഇൻ ലൂപ്പ് കൺട്രോൾ സ്ട്രക്ചർ when you need to jump to the next iteration of the loop immediately. അതായത് ഇറ്ററേഷൻ മിസ് ചെയ്യാണ്ട് വീണ്ടും അപ്പം തന്നെ എന്ത് ചെയ്യാൻ, വീണ്ടും അതിലോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യണത്, കണ്ടിന്യൂ യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ്ഡ് ഇൻ ലൂപ്പ് കൺട്രോൾ സ്ട്രക്ചർ when you need to jump to the next iteration of the loop immediately. It can be used with for loop or while loop. അത് പറഞ്ഞു. Java continuous statement is used to continue the loop. It continues the current flow of the program and skips the remaining code at the specified condition. In case of an inner loop, it continues the inner loop only. അതായത് നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് എന്ത് ഇപ്പോൾ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ വേറെ ലൂപ്പ് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നർ ലൂപ്പ് മാത്രം എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. വി ക്യാൻ യൂസ് ജാവ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൾ ടൈപ്സ് ഓഫ് ലൂപ്പ് സച്ച് ആസ് ഫോർ വൈൽ. എല്ലാ ലൂപ്പുകളിലും നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ യൂസ് ചെയ്യാം. അപ്പോൾ കണ്ടിന്യൂൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക, സെയിം തന്നെയാണ്. സാധാരണ സിയിലും യൂസ് ചെയ്ത ബ്രേക്കും കണ്ടിന്യൂ ഒക്കെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്തായാലും തുടർന്ന് കഴിഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും നാളെ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ നോട്ട് എന്തായാലും എല്ലാവരും എന്ത് ചെയ്യുക, എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാം കേട്ടോ.